വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബനാസിർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു HSN നാച്ചുറൽ സയൻസ് ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ HSN നാച്ചുറൽ സയൻസിലെ റീസെന്റ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ ചോദിച്ചൊരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ബാക്കി പോർഷൻസ് ആണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ബാക്ടീരിയൽ ഡിസീസും അതിന്റെ പോസിറ്റീവ് ഓർഗാനിസത്തെ കുറിച്ചും മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? വൈറൽ ഡിസീസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വൈറസ് ഡിസീസിനെ കുറിച്ച് അല്ലെങ്കിൽ വൈറൽ ഡിസീസിനെ കുറിച്ചുള്ള ചോദ്യമായി നമ്മൾ എക്സാമിനേഷൻ ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ അടുത്ത പോർഷൻ ഇതിൽ എന്താ പഠിക്കാൻ പോകുന്നത്? വൈറൽ ഡിസീസിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എന്താണ് വൈറൽ ഡിസീസ് എന്നും അതിന്റെ പോസിറ്റീവ് ഓർഗാനിസത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലെ? അപ്പൊ ആ ബാക്ടീരിയൽ ഡിസീസിന് പ്രധാനമായിട്ട് രണ്ടുമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു തന്നു എല്ലാ പ്രാവശ്യവും നമ്മൾ എന്തൊക്കെ പഠിക്കുന്നോ എപ്പോഴും എന്തൊക്കെ പഠിക്കുന്നോ എന്താണ് അതെല്ലാം നമ്മൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് നമ്മളെ ഓർമ്മയിൽ നിലനിർത്താൻ സാധിക്കുള്ളൂ. അപ്പൊ മെമ്മറിയിൽ നമ്മളെ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്താ റിവിഷൻ ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായും നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പൊ പഠിക്കുന്നതോടൊപ്പം തന്നെ റിവിഷൻ നമ്മളൊരു കുറച്ച് സമയം മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ആരംഭിക്കാലോ അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബാക്ടീരിയൽ ഡിസീസിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഉദാഹരണത്തിന് ക്ഷയം എന്താണ്? ട്യൂബർകുലോസിസ് അല്ലെ? അപ്പൊ ക്ഷയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അപ്പൊ ക്ഷയം പോസിറ്റീവ് ഓർഗാനിസം ഇതാണ്. ക്ഷയം എന്ന് പറയുന്ന ബാക്ടീരിയൽ ഡിസീസിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ്? ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഒരു പോയിന്റ് കിട്ടും എന്താണ്? ക്ഷയം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഓർഗാനിസം എന്താണ് രോഗകാരി? അതെ, ഉത്തരം ശരി, നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അല്ലെ? എന്താണിത്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പൊ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർഗാനിസം ആണ് ക്ഷയം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഡിഫ്തീരിയ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പൊ ബാക്ടീരിയൽ ഡിസീസ് ആയ ഡിഫ്തീരിയ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ പോസിറ്റീവ് ഓർഗാനിസത്തില് കൊറിൻ ബാക്ടീരിയം ഡിഫ്തീരിയം എന്ന് പറയുന്നത് കൊറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ്. കൊറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം. അപ്പൊ നമുക്ക് ഈ പറയുന്ന രണ്ട് ഡിസീസിനും പെട്ടെന്ന് നമുക്ക് അതിന്റെ ബാക്ടീരിയൽ ഡിസീസ് ആണ് നോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസത്തിൽ നിന്ന് പറഞ്ഞ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയം ഉണ്ടാക്കുന്നത്. അതുപോലെ ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത് കൊറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണെന്നും കൂടെ നമുക്ക് പെട്ടെന്ന് റീകണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വൈറൽ ഡിസീസിനെ കുറിച്ച് അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അനേകം വൈറസുകൾ മനുഷ്യരിൽ രോഗങ്ങൾക്ക് കാരണമാകും. മനുഷ്യരിൽ പകരുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് അറിയുന്നത് ഏതാണ്? കോമൺ കോൾഡ് അല്ലെങ്കിൽ സാധാരണ ജലദോഷം അല്ലെ? ഈ സാധാരണ ജലദോഷം പരത്തുന്നത് എന്താണ്? വൈറസ് ആണ് അല്ലെ? അപ്പൊ വൈറസ് പരത്തുന്ന വൈറസുകൾ എന്താണ്? റൈനോ വൈറസുകളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമൺ കോൾഡ് അല്ലെങ്കിൽ സാധാരണ ജലദോഷം പരത്തുന്ന വൈറസുകൾ ഏതാണ്? റൈനോ വൈറസുകളാണ്. ഇവ എങ്ങനെയാണ് നമ്മളെ എന്താണ് ഏത് ഓർഗനെയാണ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശങ്ങളെ ബാധിക്കാതെ ഇത് പ്രധാനമായും ബാധിക്കുന്ന ഏതിനെയാണ്? നാസികയും ശ്വാസനാളത്തെയുമാണ് രോഗാണുക്കൾ ബാധിക്കുന്നത്. ഇത് ശ്വാസകോശത്തെ ബാധിക്കാറില്ല. എന്താണ്? നാസികയും അതുപോലെ ശ്വാസനാളത്തെയുമാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്താണ്? 3-7 ദിവസം വരെ നമുക്ക് സാധാരണ അറിയുന്ന കാര്യം അല്ലെ? മൂക്കടപ്പ്, ജലദോഷം അല്ലെ? ജലദോഷം മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തൊണ്ടയിൽ കരകരപ്പ്, ചുമ, തലവേദന, അതുപോലെ ക്ഷീണം, ഇതിലൊക്കെയാണ് പ്രധാനപ്പെട്ട സാധാരണ ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം അല്ലെ? ഇനി ഇത് പറയുന്നത് എന്താണ്? ഒരു പകർച്ചവ്യാധിയാണ് അല്ലെ? ഇത് മറ്റൊരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നു. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട പോയിന്റ് കോമൺ കോൾഡ് അല്ലെങ്കിൽ സാധാരണ ജലദോഷം എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. ആ വൈറസ് രോഗത്തിന്റെ പോസിറ്റീവ് ഓർഗാനിസത്തിന്റെ വൈറസ് ഏതാണ്? റൈനോ വൈറസ് ആണ് മനസ്സിലാക്കുക. ഇനി ഇത് ബാധിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ശ്വാസകോശത്തെ ഇത് ബാധിക്കാറില്ല. നാസികയും ശ്വാസനാളത്തെയുമാണ് രോഗാണുക്കൾ ബാധിക്കുന്നത്. പ്രധാനമായ ലക്ഷണങ്ങൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ ഇനി ഇന്നത് പറയുന്നത് എന്താണ്? ഇത് എന്ന് പറയുന്നത് ഒരു രോഗിയായ ഈ പറയുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന സാധാരണ ജലദോഷം കോമൺ കോൾഡ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ചുമയോ അല്ലെങ്കിൽ തുമ്മലിനോ പുറത്തു വരുന്ന കണികകൾ നേരിട്ട് ശ്വസിക്കുന്നതിലൂടെ മറ്റൊരു ആൾക്ക് ഈ രോഗം ലഭിക്കുന്നതാണ് മനസ്സിലായി. അപ്പൊ എന്താണ്? ഒരു വ്യക്തിയുടെ
രോഗിയായ ഒരു വ്യക്തിയുടെ ചുമ അല്ലെങ്കിൽ തുമ്മലിന് പുറത്തുവരുന്ന കണികൾ നേരിട്ട് ശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ രോഗാണുക്കളാൽ മലിനപ്പെട്ട വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല, അതായത് ആ വ്യക്തി ഉപയോഗിച്ച പേനകൾ, ബുക്കുകൾ ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ആരോഗ്യമായ വ്യക്തിക്ക് രോഗം പകരും. മനസ്സിലായി? അപ്പൊ ഇതൊരു പകർച്ചവ്യാധിയാണെന്ന് കൂടെ ഓർത്തു വെക്കും. മനസ്സിലായത്? ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നത്. എങ്ങനെയാണ് ഈ വൈറൽ രോഗം പകരുന്നത്? അവർ ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ അവർ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ ഉണ്ടാകുന്ന പുറത്തേക്ക് വരുന്ന കണികൾ ശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ഈ രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവർ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ തൊടുകയാണെങ്കിൽ ചെയ്യുമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് മറ്റൊരാളുടെ വ്യക്തിയിലേക്ക് രോഗം പകരും. മനസ്സിലായോ? ഇനി അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് വൈറസ് രോഗങ്ങളുണ്ട്. നമ്മൾ സാധാരണ കോമൺ കോൾഡിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ക്ലിയർ ആയല്ലോ അല്ലെ? അത് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്താണ്? റൈനോ വൈറസ് ആണ്. കോമൺ കോൾഡിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്താണ്? റൈനോ വൈറസ് ആണ്. ഇനി ഇത്തരത്തിൽ പകരുന്ന വൈറസ്, ഈ റൈനോ വൈറസ് എവിടെയാണ് ബാധിക്കുന്നത്? നാസികയും അതുപോലെ ശ്വാസനാളത്തെയുമാണ് ബാധിക്കുന്നത്. രോഗാണു നാസികയും ശ്വാസനാളത്തെയുമാണ് രോഗാണുക്കളെ ബാധിക്കുന്നത്. ഇനി അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. അടുത്ത ഡിഫറെന്റ് വൈറൽ ഡിസീസസ്, അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം നോട്ട് ചെയ്ത് പോവാം. ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് റുബെല്ല. ഇതാണ് റുബെല്ല എന്ന് പറഞ്ഞ രോഗം ബാധിക്കുന്ന ആ പോസിറ്റീവ് ഓർഗാനിസം ഇതാണ് റുബെല്ല വൈറസ് അല്ലെ. അപ്പൊ റുബെല്ല എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് മനസ്സിലാക്കി. അപ്പൊ അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്താണ്? റുബെല്ല വൈറസ്. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. റുബെല്ലയാണ് ആ വൈറൽ രോഗം. ആ രോഗകാരി എന്താണ്? റുബെല്ല വൈറസ് ആണ്. അപ്പൊ വൈറസിന്റെ പോസിറ്റീവ് ഓർഗാനിസം ആണ്, വൈറസ് ആണ് പോസിറ്റീവ് ഓർഗാനിസം. ഇത് റുബെല്ല വൈറസ്. റുബെല്ല വൈറസ് ഉണ്ടാക്കുന്ന അസുഖം ഏതാണ്? റുബെല്ല. ഇനി സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി എന്നറിയപ്പെടുന്നത്, സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറൽ ഡിസീസ് ആണ്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് വെരിയോള വൈറസ് ആണ്. അതിന് വെരിയോള വൈറസ്, അതിൽ വെരിയോള മേജറും ഉണ്ട്, വെരിയോള മൈനറും ഉണ്ട്. അപ്പൊ വെരിയോള വൈറസ് ഉണ്ടാക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിയാണെന്ന് ഓർക്കുക. അപ്പൊ സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? വെരിയോള വൈറസ്. അത് വെരിയോള മേജറും ഉണ്ട്, വെരിയോള മൈനറും ഉണ്ട്. ഇനി അടുത്തത് പോളിയോമൈലിറ്റിസ്. പോളിയോമൈലിറ്റിസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? പോളിയോമൈലിറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറൽ രോഗം തന്നെയാണ്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ പോളിയോ വൈറസ്. പോളിയോ വൈറസ് ആണ് പോളിയോമൈലിറ്റിസിന്റെ പോസിറ്റീവ് ഓർഗാനിസം. എന്താണ് പോളിയോമൈലിറ്റിസ്? പോസിറ്റീവ് ഓർഗാനിസം പോളിയോ വൈറസ് അല്ലെ. അടുത്ത പഠിച്ച എന്താണ്? ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം നോക്കാം, വെരിസെല്ല സോസ്റ്റർ ആണ്. അതായത് വെരിസെല്ല സോസ്റ്റർ ആണ് ചിക്കൻ പോക്സിന്റെ എന്താണ്? പോസിറ്റീവ് ഓർഗാനിസം. ഒന്നുകൂടെ മനസ്സിലാക്കുക. ചിക്കൻ പോക്സ് കോസ് ചെയ്യുന്ന പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? വെരിസെല്ല സോസ്റ്റർ. വെരിസെല്ല സോസ്റ്റർ ആണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നതിന് പോസിറ്റീവ് ഓർഗാനിസം. ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈറൽ ഡിസീസ് ആണ്. ഇനി സ്മോൾ പോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈറൽ ഡിസീസ് ആണ്. സ്മോൾ പോക്സ് എന്ന് പറയുന്നത് വസൂരി എന്നാണ് അറിയപ്പെടുന്നത്. ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർഗാനിസം ഏതെന്ന് നമ്മൾ മനസ്സിലാക്കി, വെരിസെല്ല സോസ്റ്റർ ആണ്. സ്മോൾ പോക്സ് നമ്മൾ മനസ്സിലാക്കി, എന്താണ്? വസൂരി അല്ലെ. സ്മോൾ പോക്സ് ആണ് വെരിയോള വൈറസ് ആണ്. സ്മോൾ പോക്സ് എന്താണ്? വെരിയോള വൈറസ്. അത് വെരിയോള മേജറും ഉണ്ട്, വെരിയോള മൈനറും ഉണ്ട്. ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർഗാനിസം എന്താണ്? വെരിസെല്ല സോസ്റ്റർ. വെരിസെല്ല സോസ്റ്റർ ആണ് ചിക്കൻ പോക്സിന്റെ പോസിറ്റീവ് ഓർഗാനിസം. ഇതിനടുത്ത് പേവിഷബാധ. അതും എന്താണ്? ഒരു വൈറൽ ഡിസീസ്. പേവിഷബാധ എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. റാബിസ് അല്ലെ, ഒരു വൈറൽ ഡിസീസ് ആണ്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ്? റേബീസ് വൈറസ് ആണ്. റേബീസ് വൈറസ് ആണ് റാബിസ് ഉണ്ടാക്കുന്നത് അല്ലെ. റാബിസ് അല്ലെങ്കിൽ പേവിഷബാധ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് റാബിസ് വൈറസ് ആണ്. അതും കൂടെ നമ്മൾ ഓർത്തു വയ്ക്കാം. ഇതിനടുത്ത് എന്താണ്? നെക്സ്റ്റ് വൺ ജെനിറ്റൽ ഹെർപ്പസ്. അതാണ് ജെനിറ്റൽ ഹെർപ്പസ് എന്നറിയപ്പെടുന്ന ഒരു വൈറസ് ഡിസീസ് ആണ്. ജെനിറ്റൽ ഹെർപ്പസ് ഒരു വൈറസ് ഡിസീസ് ആണ്. ഇനി ജെനിറ്റൽ ഹെർപ്പസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹെർപ്പസ് എന്ന് പറയുന്നതാണ് ആ വൈറസിന്റെ സ്റ്റാർട്ടിംഗ് പേര്. എന്താണ്? ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് 2 ആണ്. എന്താണ്? ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് 2 ആണ് ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം. അപ്പൊ ജെനിറ്റൽ ഹെർപ്പിസ് എന്ന് പറയുന്ന വൈറസിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 ആണ് ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താണ്? ജെനിറ്റൽ ഹെർപ്പിസ് എന്നാണ് അസുഖത്തിന്റെ പേര്. അതൊരു വൈറൽ ഡിസീസ് ആണ്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഓർത്തു വയ്ക്കുക, ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് 2 ആണ്. കിട്ടിയോ? അപ്പൊ ജെനിറ്റൽ ഹെർപ്പസ് എന്ന് പറഞ്ഞ പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് 2 ഓർത്തു വയ്ക്കുക. അടുത്തത് മറ്റൊരു പകർച്ചവ്യാധിയാണ് പറഞ്ഞത്, പകർച്ചപ്പനി അല്ലെ, ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ എന്നറിയുന്നത്. പകർച്ചപ്പനി, ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ, അതെന്താണ്? വൈറൽ ഡിസീസ് ആണ്. അതും മനസ്സിലാക്കാൻ പോകുന്ന അതിന്റെ വൈറസ് എന്താണ്? ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അപ്പൊ ഇൻഫ്ലുവൻസ അല്ലെ, ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ എന്ന് പറയുന്നത് പകർച്ചപ്പനിയാണ്. അതൊരു വൈറൽ രോഗമാണ്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? ഇൻഫ്ലുവൻസ വൈറസ്. എന്താണ്? ഇൻഫ്ലുവൻസ വൈറസ്.
അടുത്ത അഞ്ചാം പനിയാണ്. അഞ്ചാം പനി അഥവാ മീസിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറൽ ഡിസീസ് ആണ്. അപ്പൊ അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണ്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം മീസിൽസ് വൈറസ്, അതായത് മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റുബിയോള വൈറസ്. എന്താ നമുക്ക് രണ്ടു പറയാം, മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റുബിയോള വൈറസ് ആണ് ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസ് ഇസ് എ വൈറൽ ഡിസീസ്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഏതാണ് അല്ലെങ്കിൽ രോഗകാരി ഏതാണെന്ന് വെച്ചാൽ മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റുബിയോള വൈറസ് ആണ് ഓർത്തു വെക്കുക. അടുത്തത് മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് അല്ലെ, മുണ്ടിനീര് അല്ലെങ്കിൽ മംസ്. അപ്പൊ അത് പോസിറ്റീവ് ഓർഗാൻ, അതിന്റെ പോസിറ്റീവ് എന്താണ്? മംസ് വൈറസ് ഉണ്ട്. മംസ് വൈറസ് ആണ് മുണ്ടിനീര് അല്ലെങ്കിൽ മംസിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ കുറച്ച് വൈറൽ ഡിസീസസും അതുപോലെ അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഡിസ്കസ് ചെയ്ത് എല്ലാം നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കോമൺ കോൾഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്തുവരെ പഠിച്ചു? മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് മനസ്സിലാക്കി. അപ്പൊ ഇതില് ചിലത് നമുക്ക് ഓർത്ത് വെക്കാൻ പാടുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ജെനിറ്റൽ ഹെർപ്പിസ് എന്ന് പറയുന്നത് എന്താണ്? ജെനിറ്റൽ ഹെർപ്പിസിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് 2 ആണ്. ഇനി ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ചിക്കൻ പോക്സ് അല്ലെ, ചിക്കൻ പോക്സിന്റെ വെരിസെല്ല സോസ്റ്റർ ആണ്. അതുപോലെ ഈ അഞ്ചാമ്പയും അതെല്ലാം നമുക്ക് അതിന്റെ പേര്, അതായത് മംസ്, മീസിൽസ്, ഇൻഫ്ലുവൻസ, അതിൽ നിന്ന് തന്നെ വൈറസിന്റെ പേര് നോട്ട് ചെയ്യാൻ പറ്റും. ഇനി അഞ്ചാമത് മീസിൽസ് വന്ന് മീസിൽസ് വൈറസും ഉണ്ട്, അത് റുബിയോള വൈറസും പറയും. മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റുബിയോള വൈറസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. വളരെ ഇത്രയും വൈറസ് അല്ലെങ്കിൽ ഇത്രയും ബാക്ടീരിയൽ ഡിസീസ് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കി വെക്കണം. ഇതിന് ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് മനുഷ്യരിൽ ചില രോഗങ്ങളെ ഏകകോശ ജീവികളുടെ പകരുന്നതുണ്ട്. അപ്പൊ മനുഷ്യരിൽ ഈ പറഞ്ഞ വൈറൽ ഡിസീസസ്, ബാക്ടീരിയൽ ഡിസീസസ് അതിന് പുറമെ തന്നെ ചില ഏകകോശികളും മനുഷ്യരുടെ രോഗങ്ങൾ പരത്തുന്നുണ്ട്. ഇത്തരത്തിലെ ഏകകോശികളായ ജീവികളെ, അതായത് പ്രോട്ടോസോൺസിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനുഷ്യരിൽ ചില രോഗങ്ങൾ ഏകകോശ ജീവികളായ പ്രോട്ടോസോൺസ് പകർത്തുന്നവയാണ്. അനേകം വർഷങ്ങളായി മനുഷ്യന് കാണപ്പെടുന്ന ഒരു പ്രോട്ടോസോൺ ഡിസീസ് ആണ് ഇത് മലമ്പനി അല്ലെങ്കിൽ മലേറിയ. മനസ്സിലായോ? മനുഷ്യൻ ഈ പറയുന്ന വൈറസും ബാക്ടീരിയയോടൊപ്പം തന്നെ അതുപോലെ തന്നെ ചില എന്താണ് പ്രോട്ടോസോയിൻസും അല്ലെങ്കിൽ ഏകകോശ ജീവികളായ ചില പ്രോട്ടോസോയിൻസും എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങൾ പരത്തുന്നുണ്ട്. അത്തരത്തില് പ്രോട്ടോസോൺസ് കോസ് ചെയ്യുന്ന പ്രോട്ടോസോൺസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ഇത് മലേറിയ പോലുള്ള രോഗങ്ങൾ. അപ്പൊ മലേറിയ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ മലേറിയ എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർഗാനിസം എന്ന പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവിയാണ് മലേറിയ എന്ന രോഗത്തിന് കാരണമാണ്. അപ്പൊ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഏകകോശ ജീവി പരത്തുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? മലേറിയയാണ്. മനസ്സിലാവും? ഇത് മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ്. ഈ പ്ലാസ്മോഡിയത്തിന്റെ വിവിധ സ്പീഷീസിനെ കുറിച്ച് നമുക്കറിയാം. ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്നീ വിവിധ പ്ലാസ്മോഡിയത്തിന്റെ സ്പീഷീസ് നമുക്ക് അറിയാം. ഇതില് വിവിധ തരം മലമ്പനിക്ക് ഇവ കാരണമാകും. മലമ്പനി എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയം ആണെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം ഉണ്ട്. അത് പലതരത്തിലെ മലമ്പനിക്ക് കാരണമാകുന്നു മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം ഏതാണ്? പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പോരം അതുപോലെ പ്ലാസ്മോഡിയം വൈവാക്സ്. ഇത്രയും ടൈപ്സ് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം ഉണ്ട്. അപ്പൊ പല ടൈപ്സ് ഓഫ് മലേറിയ ഡിസീസ് ഇവ കോസ് ചെയ്യും. ഇതില് ഏറ്റവും ഹാംഫുൾ ആയിട്ട് മാരകമായിട്ട് മലമ്പനിക്ക് കാരണമായിട്ടുള്ള ഈ മലിഗ്നന്റ് മലേറിയ അതിന് കാരണമാകുന്ന പ്ലാസ്മോഡിയം എന്ന് വെച്ചാൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ്. അപ്പൊ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരാണ് ഈ പറയുന്ന 3 സ്പീഷീസിലും ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള മലേറിയ ഡിസീസ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുക. മലിഗ്നന്റ് മലേറിയ അല്ലെങ്കിൽ മാരകമായ മലമ്പനി ഉണ്ടാക്കുന്ന അതിന് കാരണമാകുന്ന പ്രോട്ടോസോൺ അല്ലെങ്കിൽ ഈ പറയുന്ന ഏകകോശ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക. അതാണ് പ്രധാനപ്പെട്ട് നിങ്ങളുടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. മനസ്സിലായോ? അപ്പൊ ഏകകോശ ജീവികൾ പ്രോട്ടോസോൺസ് ആണ് മലമ്പനിക്ക് കാരണമാകുന്നത്. ഈ പ്രോട്ടോസോൺസ് ഏതാ? പ്രോട്ടോസോണിന്റെ പേര് പ്ലാസ്മോഡിയം ആണ്. അതിന് ഡിഫറെന്റ് 3 സ്പീഷീസിനെ കുറിച്ച് മനസ്സിലാക്കി. അതിൽ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള മലേറിയ കോസ് ചെയ്യുന്നത് മെലിഗ്നന്റ് മലേറിയ കോസ് ചെയ്യുന്നതാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഇത്രയും പോയിന്റ്സ് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിപ്പോൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? ഈ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പേ ഒരു ക്ലാസ്സിൽ ഈ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ക്ലാസ് പോയി കാണുക, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ ആണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അതിലെ രോഗാണുവാഹകരെ ഏതാണ്? ആ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ പഠിക്കുമ്പോൾ നമുക്ക് അതിലെ രോഗാണുവാഹകരെ കുറിച്ച് മനസ്സിലാക്കാം. ഈ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് അതിന് മനുഷ്യനിലേക്ക് എത്തണമല്ലോ. അപ്പൊ ഇതിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ആരാണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് ഇതിലെ രോഗാണുവാഹകരെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ പ്ലാസ്മോഡിയം ആണ് എന്തുണ്ടാക്കുന്ന? മലേറിയ ഉണ്ടാക്കുന്നത്. പ്ലാസ്മോഡിയം എന്നതിന്റെ ജീവിതചക്രം പഠിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ രോഗാണുവാഹകരെ കുറിച്ച് മനസ്സിലാക്കണം.
അപ്പൊ അവരാരാ ഇതിൽ രോഗത്തിനെ വഹിച്ചുകൊണ്ട് പോകുന്നത്? അനോഫിലസ് ആയിട്ടുള്ള മൊസ്കിറ്റോ ആണ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് ഈ പറയുന്ന പ്ലാസ്മോഡിയത്തിന്റെ രോഗാണുവാഹകർ എന്നറിയപ്പെടുന്നത്. ഇവ കുത്തുമ്പോഴാണ് പ്ലാസ്മോഡിയം രോഗം മനുഷ്യരിലേക്ക് പകരപ്പെടുന്നത്, മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാനിത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന മനുഷ്യനും കൊതുകുമാണ് അവിടുത്തെ ആദ്യത്തെ അല്ലെങ്കിൽ പോസ്റ്റുകളെന്ന് ഓർത്തു വയ്ക്കാം. അതിൽ അനോഫിലസ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് അതിന്റെ രോഗവാഹകരായിട്ട് പ്രവർത്തിക്കുന്നത് കൂടെ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി. എന്താണ് അമീബിയാസിസ് അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്? എൻഡമീബ ഹിസ്റ്റോളജിക്കൽ ഉണ്ടാക്കുന്ന അതൊരു പ്രോട്ടോസോയാണ്. അപ്പൊ അത് നമ്മൾ എന്താണ് അത് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് അതിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ അവിടെ മനസ്സിലാക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കാം. അപ്പൊ ഇവിടെ അടുത്തൊരു ഡിസീസ് പഠിക്കുന്നത് എന്താണ്? അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ് എന്ന് പറയും. അത് ഒരു പ്രോട്ടോസോൺ ഡിസീസ് ആണ്. ഇത് പ്രോട്ടോസോ വരുത്തുന്ന ഒരു അസുഖമാണ് എന്ത്? അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി. അതിന് എന്താണ് ആ പ്രോട്ടോസോന്റെ പേര് എന്താണ്? എൻഡമീബ ഹിസ്റ്റോളജിക്ക എന്നാണ് പ്രോട്ടോസോ അറിയപ്പെടുന്നത്. എൻഡമീബ ഹിസ്റ്റോളജിക്ക എന്ന പ്രോട്ടോസോ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി. ഇനി ഇവിടെ മനസ്സിലാക്കാം, ഈ പ്രോട്ടോസോൺ വിഭാഗത്തിലെ ഈ പറയുന്ന പാരസൈറ്റ്സ് മനുഷ്യന്റെ വൻകുടലിലാണ് കാണപ്പെടുന്നത്. ഇത് മനുഷ്യന് മലബന്ധം, ഉദരവേദന, സന്ധിവേദന, കഫം, രക്തം തുടങ്ങിയ എന്നിവയെല്ലാം ഈ രോഗത്തിന്റെ അതായത് കഫം, രക്തം അടങ്ങിയ മലം എന്നിവയെല്ലാം രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ പരാതങ്ങളെ രോഗാണുബാധിത വ്യക്തിയുടെ മലത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ ഭക്ഷണ ഉൽപ്പന്നങ്ങളിൽ നിന്നോ വ്യാപിച്ച് അവയെ മലിനമാക്കുന്ന യാന്ത്രിക വാഹകരെ ഈച്ചകൾ വർത്തിക്കുന്നു. അപ്പൊ ഇവിടെ വഹിച്ചുകൊണ്ട് പോകുന്നത് ഈച്ചകളാണ്, മനസ്സിലാക്കുക. ഇത്തരത്തിൽ വിസർജ്യ വസ്തുക്കൾ മലിനമായ കുടിവെള്ളം ഒക്കെ ഭക്ഷിക്കുമ്പോൾ ഈ രോഗാണു എന്താണ് ആ ഒരു ഭക്ഷണത്തിൽ കുടിവെള്ളത്തിലേക്ക് കാണും. അപ്പൊ അത് അങ്ങനെയാണ് ഇത് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എൻഡമീബ ഹിസ്റ്റോളജിക്കയുടെ ലൈഫ് സൈക്കിൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ പ്രത്യേകം ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ഡിസീസിനെ കുറിച്ചാണ്. അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്ന പ്രോട്ടോസോൺ ഏതാണെന്ന് ചോദിച്ചാൽ എൻഡമീബ ഹിസ്റ്റോളജിക്കാന്ന് ഓർത്തു വയ്ക്കും. അത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാം. അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് അസ്കാരിസ്. അസ്കാരിസ് റൗണ്ട് വോം ആണ്, ഉരുണ്ട വിരയാണ് അല്ലെ. ഇപ്പൊ സാധാരണ ഉരുണ്ട വിര അല്ലെങ്കിൽ അസ്കാരിസ്, അതുപോലെ ഫൈലിയറിൽ വിര വുച്ചേരിയ, ഇവയാണ് മനുഷ്യന്റെ രോഗകാരികളെ ഹെൽമെന്റുകൾ. അപ്പൊ ഹെൽമെന്റ്സിലെ രോഗകാരികളെ ഹെൽമെന്റ്സ്, മനുഷ്യന് രോഗം ഉണ്ടാക്കുന്ന ഹെൽമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അസ്കാരിസും വുച്ചേരിയയും. അപ്പൊ അതാണ് ഉരുണ്ട വിരയാണ് അസ്കാരിസ്. ഇനി എന്താണ് ഫൈലിയറൽ വേംസ് ആണ് ഇത് ഈ പറയുന്ന വുച്ചേരിയ. ഇവരെല്ലാം എന്താണ് ഹെലിമെന്റ്സ് ആണ്. ഈ ഹെലിമെന്റുകളാണ് മനുഷ്യ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി അസ്കാരിസ് എന്ന ഉരുണ്ട വിരയാണെന്ന് വിരശല്യം ഇവർക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു അസ്കാരിസ് ആണ്. അപ്പൊ എന്താണ് അസ്കാരിയേസിസ് അല്ലെങ്കിൽ ആ അസ്കാരിയേസിസ് എന്ന രോഗത്തിന് കാരണമായത് എന്താണ്? ഉരുണ്ട വിര അസ്കാരിസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി അതിന്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ആന്തരിക രക്തസ്രാവം, പേശിവേദന, പനി, വിളർച്ച, ഉടൽപാളിയിലെ തടസ്സങ്ങൾ എന്നിവയാണ് രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അസ്കാരിയസിസ് എന്ന് പറയുന്ന ഉരുണ്ട വിര എന്ന് പറഞ്ഞു, അത് അസ്കാരിയേസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിക്കൊണ്ട് ചെത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ആ രോഗത്തെ അത് കോസ് ചെയ്യുന്ന രോഗത്തെ പറഞ്ഞ പേരാണ് അസ്കാരിയേസിസ്. അസ്കാരിയസിസ് എന്ന് പറയുന്നത് അത് എന്താണ് ഹെലിമെന്റുകളാണ്, മനുഷ്യ രോഗം വരുന്ന ഹെലിമെന്റുകളാണ്. അത് ഉരുണ്ട വിരയാണ്. അപ്പൊ അത് ഉണ്ടാക്കുന്ന രോഗത്തിന്റെ പേരാണ് അസ്കാരിയേസിസ്. മനസ്സിലായി? ഇനി ഫൈലിയറൽ വേംസ് ആണ് ഏത്? വുച്ചേരിയ. മനസ്സിലായി? വുച്ചേരിയ. ഇവിടെ അസ്കാരിസിന് ആ രോഗം ഉണ്ടാക്കുമ്പോൾ മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാകുന്നു? ആന്തരികമായ രക്തസ്രാവം ഉണ്ടാകുന്നു. ഉള്ളിൽ രക്തസ്രാവം ഉണ്ടാകുന്നു. ഇനി പേശി വേദന ഉണ്ടാകുന്നു, പനി ഉണ്ടാകുന്നു, വിളർച്ച ഉണ്ടാകുന്നു, അതുപോലെ കുടൽപാളിയില് തടസ്സങ്ങളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്ന് കൂടെ ഓർത്തു വയ്ക്കണം. ഇനി മനസ്സിലാക്കേണ്ടത് രോഗബാധിത വ്യക്തിയുടെ മലത്തോടൊപ്പം ഈ പരാതങ്ങളെ മുട്ടകൾ വിസർജിക്കപ്പെടും. അപ്പൊ നമ്മൾ ഫീക്കൽ മാറ്ററിലൂടെ എന്താണ് ഈ പറയുന്ന അസ്കാരിസിന്റെ മുട്ടകൾ വിസർജിക്കപ്പെടുന്നു. ഇവ മണ്ണ്, ജലം, സസ്യങ്ങൾ എന്നിവ മലിനമാക്കുന്നു. അപ്പൊ ഇങ്ങനെ മലിനമാക്കപ്പെട്ട ജലം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് നമ്മളത് വൃത്തിയായിട്ടൊന്നും കഴുകാതെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആരോഗ്യ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഇതെല്ലാം എത്തിച്ചേരുകയും ചെയ്യുന്നു. അത്തരത്തിൽ ആ വ്യക്തിക്ക് രോഗം പകരുകയും ചെയ്യും. മനസ്സിലായി? ഇത്തരത്തിലാണ് ഈ രോഗം ഉണ്ടാകുന്നത് കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഈ രണ്ട് സ്ഥലങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം? ഉരുണ്ട വിര എന്ന് പറയുന്നത് അസ്കാരിസ് എന്ന് പറഞ്ഞു,
ആ ഉഴിന്റെ വീട് എന്ന് പറയുന്നത് ഫൈറൽ വംസ് ഉച്ചയും എന്തിന് എക്സാമ്പിൾ ആണ്? മനുഷ്യ രോഗം ഉണ്ടാക്കുന്ന ഹെൽമെന്റുകൾക്ക് എക്സാമ്പിൾസ് ആണെന്ന് പറഞ്ഞു, ഉദാഹരണങ്ങളാണ്. അതിൽ അസ്കാരിസ് എന്ന് പറയുന്നത് അസ്കാരിയേസിസ് എന്ന രോഗം പരത്തുന്നു. ഇതെന്താ മനസ്സിലാക്കിയത്? അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസുകൾ മനസ്സിലാക്കി. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഈ പറയുന്ന എങ്ങനെയാണ് ഇത് ഒരു മനുഷ്യനിലേക്ക് പകരുന്നത് വെച്ചാല് അസുഖമുള്ള ഒരു വ്യക്തിയുടെ നീക്കനായിട്ടുള്ള വിസർജ്യത്തിലൂടെ അത് പുറന്തള്ളുമ്പോൾ എന്താണ് മണ്ണ്, ജലം, സസ്യങ്ങളൊക്കെ ആയിട്ട് അത് മലിനമാക്കപ്പെടുകയെന്നതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മണ്ണും ജലവും ഭക്ഷണവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന രോഗമില്ലാത്ത ഒരു വ്യക്തിയിലേക്ക് ആ അസുഖം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അടുത്ത മനസ്സിലാക്കുന്നത് ഉച്ചേരി അല്ലെ. ഉച്ചേരി എന്ന് പറയുന്ന ഒരു ഹെലിമെന്റുകൾ തന്നെയാണ്. അപ്പൊ ഉച്ചേരി എന്ന് പറഞ്ഞാൽ ഉച്ചേരി ബ്രാങ്കോഫ്റ്റി ഉണ്ട്, ഉച്ചേരി മലായി ഉണ്ട്. ഉച്ചേരി ബ്രാങ്കോഫ്റ്റി ഉണ്ട്, ഉച്ചേരി മലായി ഉണ്ട്. ഇവ എന്താണ്? ഫൈലേറിയൽ വേംസ് ആണ് അല്ലെ, ഫൈലേറിയൽ വിരകളാണ്. ഉച്ചേരി എന്ന് പറഞ്ഞാൽ ഫൈലേറിയൽ വേംസ് ആണ്. ഉച്ചേരി ബ്രാങ്കോഫ്റ്റി ഉണ്ട്, ഉച്ചേരി മലായി ഉണ്ട്. ഇവ എന്താണ് വളരെ കാലം ആന്തര അവയവങ്ങൾക്കിടയിൽ ലിംഫ് വാഹികൾ ജീവിക്കുകയും അവയ്ക്ക് വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതെവിടെയാ കാണപ്പെടുന്നത്? ഇത് വളരെ കാലം എന്ത് ചെയ്യുന്നുണ്ട്? ആന്തര അവയവങ്ങളുടെ ലിംഫ് വാഹികളിലാണ് ഇത് ജീവിക്കുന്നത്. അപ്പൊ ആന്തര അവയവങ്ങളിലെ ലിംഫ് വാഹികൾ കാണപ്പെടുന്ന ഫൈലറി വേംസ് ഏതാണെന്ന് ചോദിച്ചാൽ ബുച്ചേരിയ ബ്രാങ്കോഫ്റ്റിയും ബുച്ചേരിയ മലയമാണ്. ഇത് അങ്ങനെ ആന്തര അവയവങ്ങളുടെ ലിംഫ് വാഹികളിൽ അവിടെ ജീവിച്ചിട്ട് അവിടെ വീക്കം ഉണ്ടാക്കുകയും ചെയ്യും. മനസ്സിലായി? അത്രയാണ് അർത്ഥത്തിലാണ് ആ രോഗങ്ങളെ ഈ പറയുന്ന ഫൈലറി വേംസ് ഉണ്ടാക്കുന്ന ഓർത്തു വയ്ക്കും. ഇത്രയും ക്ലിയർ ആയ? അപ്പൊ ഉച്ചേരി നമ്മൾ പറഞ്ഞ ഫൈലറി വേംസ് ആണ്. അപ്പൊ ആ ഉച്ചേരി രണ്ട് ടൈപ്പ് നമ്മൾ രണ്ട് സ്പീഷീസ്, ഉച്ചേരി ബ്രാങ്കോഫ്റ്റും ഉച്ചേരി മലായയും പറഞ്ഞു. ഈ പറയുന്ന ഇതെല്ലാം ഫൈലറി വേംസ് എവിടെയാ കാണപ്പെടുന്ന? മനുഷ്യരുടെ ആന്തര അവയവങ്ങളിലെ ലിംഫ് വാഹികളാണ്. മനുഷ്യന്റെ ആന്തരവയവങ്ങളിൽ ലിംഫ് വാഹികളാണ് ഇവ കാണപ്പെടുന്നത്. ഇവ അവിടെ ജീവിച്ചിട്ട് ആ ഒരു ഭാഗത്ത് വീക്കം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് അവ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലാരിസിസ്. എന്താണ് ഫൈലേരിയസിസ്? എന്താണ് എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയസിസ് അല്ലെങ്കിൽ മന്ത് എന്നറിയപ്പെടുന്നത്? ഇപ്പൊ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയസിസ് എന്ന് പറയുന്നത് മന്താണ്. അപ്പൊ ഇത് എവിടെയാണ് ബാധിക്കുന്നത്? കാലുകളിലെ ലസികാനാളിയിലാണ് ഈ വീക്കം കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഉച്ചേരി പറഞ്ഞപ്പോഴത്തേക്കും ആന്തരാവയവങ്ങളിലെ ലിംഫ് വാഹികളിലാണ് ജീവിച്ചിട്ട് വീക്കം ഉണ്ടാക്കുന്നത് അല്ലേ? ഇവിടെ എന്താണ് പറഞ്ഞത്? കാലുകളിലെ ലസികാനാളിയിലാണ് വീക്കം കാണപ്പെടുന്നത്. കാലുകളിൽ ലസികാനാളിയിൽ വീക്കം കാണപ്പെടുന്നെങ്കിൽ ആ രോഗം എന്താണ് അറിയപ്പെടുന്നത്? എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയസിസ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ രോഗം എവിടെയൊക്കെയാണ് ബാധിക്കുന്നത്? ഇത് ഇൻഫെക്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് കാലുകളിലെ ലസികാനാളിയിൽ അവിടെ വീക്കം ഉണ്ടാക്കും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അത് മറ്റുള്ള അവയവങ്ങളിലും ഇത് ബാധിക്കുന്നു. ഈ രോഗം വൃക്ഷണങ്ങളിലും മറ്റും ബാധിച്ച് അവയ്ക്ക് വലിയ വൈരൂപ്യം ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് ഈ പറഞ്ഞ കാലുകളിലെ ലസികാനാളിയിലാണ് ബാധിക്കുന്നത്. എന്നിട്ട് അവിടെ വീക്കം ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് വൃഷ്ണങ്ങളിലെല്ലാം എന്ത് സംഭവിക്കുന്നു? ബാധിക്കുന്നു. എന്നിട്ട് അതിന് വലിയ വൈരൂപ്യം ആ വൃഷ്ണങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് മരത്തുന്ന പ്രധാനപ്പെട്ട വാഹകരാരാണെന്ന് വെച്ചാൽ ക്യൂലസ് പെൺകൊന്നുകളാണ് മന്ത് രോഗം പരത്തുന്നത്. അപ്പൊ ഇത് പരത്തുന്നതാണ് ക്യൂലസ് പെൺകൊതുകൾ. ക്യൂലസ് ഫിമേൽ മൊസ്കിറ്റോസ് ആണ് ഈ പറയുന്ന മന്ത് പരത്തുന്നത്. ക്യൂലസ് പെൺകൊതുകൾ പരത്തുന്ന രോഗം ഏതാണ്? എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയസിസ്. മനസ്സിലായോ? അപ്പൊ നമ്മള് എന്താണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് എന്തുണ്ടാക്കുന്നത്? നമ്മൾ പറഞ്ഞു മലേറിയ ഉണ്ടാക്കുന്നത്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് മലേറിയയുടെ പോസിറ്റീവ് ഓർഗാനിസം പോസിറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയാണ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് അവിടുത്തെ വെക്ടർ അല്ലെങ്കിൽ രോഗാണുവാഹകർ എന്ന് പഠിച്ചു അല്ലെ? ഇവിടെയാണെങ്കിലോ ഇവിടെ ഫൈലാരിസിസ് അല്ലെങ്കിൽ എന്താണ് എലിഫന്റിയാസിസ് മന്ത് പരത്തുന്നത് ആരാണെന്ന് ചോദിച്ചാല് അതും ഒരു കൊതുകാണ് പരത്തുന്നത്. എന്താണ്? ക്യൂലസ്. ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ ആണ് മന്ത് പരത്തുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ ആണ് ഏത് അസുഖം ഉണ്ടാക്കുന്നത്? മന്ത് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലാരിസിസ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി. ഈ മലേറിയ എടുക്കുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന പ്ലാസ്മോഡിയം ആണ്. എന്നാൽ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ രോഗാണുവാഹകർ എന്നറിയപ്പെടുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നിങ്ങൾ തിരിഞ്ഞു പോകാൻ പാടില്ല. ഇവിടെ മന്ത് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഏതാണ്? ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അടുത്ത് നോക്കാം, മറ്റൊരു അസുഖത്തെ കുറിച്ച് മനസ്സിലാക്കാം. ഇതും ഒരു സാംക്രമിക രോഗമാണ്, മനുഷ്യരിൽ കാണുന്നതാണ്. ഇതാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വോം എന്നറിയപ്പെടുന്നത്. വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വോം എന്ന് പറയുന്നത് മനുഷ്യരിൽ കാണപ്പെടുന്ന ഒരു സാംക്രമിക രോഗമാണ്. ഈ രോഗത്തിന് കാരണമായത് എന്താണെന്ന് നോക്കാം. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ ഇതാണ്
അപ്പൊ അത് ക്ലിയർ ആയല്ലോ അല്ലെ. എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലാരിസിസ് എന്ന് പറയുന്നത് എന്താണ്? മന്താണ്. അത് ആ രോഗം പരത്തുന്ന ആരാണ്? ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ ആണ്, അല്ലെങ്കിൽ ഫീമെയിൽ ക്യൂലസ് കൊതുകുകളാണെന്ന് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കിയില്ല? ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ അല്ലെങ്കിൽ ക്യൂലസ് പെൺ കൊതുകുകളാണ് ഇത്തരത്തിൽ ഈ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലരിസിസ് മന്ദരോഗം ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? മലേറിയ അല്ലെ. മലേറിയ എന്ന് പറഞ്ഞ മലമ്പനി ഉണ്ടാക്കുന്ന ആരാണ്? പ്ലാസ്മോഡിയം ആണ് അതിന്റെ വാഹകര്, അല്ലെങ്കിൽ തന്നെ രോഗാണുവാഹകർ എന്നറിയപ്പെടുന്നെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് അവിടെയാണ് നമ്മൾ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾ അത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കും. അടുത്തത് മനുഷ്യരിൽ കാണപ്പെടുന്ന മറ്റൊരു സാംക്രമിക രോഗമാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വർം. അപ്പൊ റിംഗ് വർം അല്ലെങ്കിൽ വട്ടച്ചൊറി എന്ന് പറയുന്നത് മനുഷ്യരിൽ കാണപ്പെടുന്ന ഒരു സാംക്രമിക രോഗം തന്നെയാണ്. ഈ രോഗത്തിന് കാരണമായ ആരൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫംഗസുകളാണ് ഈ രോഗത്തിന് കാരണം. അപ്പൊ റിംഗ് വർം അല്ലെങ്കിൽ വട്ടച്ചൊറി എന്ന് പറയുന്ന മനുഷ്യനുണ്ടാകുന്ന മറ്റൊരു സാംക്രമിക രോഗമാണ്. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഫംഗസ് ആണ്. അത് ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. അപ്പം ഏതൊക്കെ സ്പീഷീസ് പെട്ട ഫംഗസ് ആണ് നമുക്ക് നോക്കാം. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, അതുപോലെ എപ്പിഡെർമോഫൈറ്റോൺ. എന്താണ്? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, അതുപോലെ എപ്പിഡെർമോഫൈറ്റോൺ. എന്താണ്? എപ്പിഡെർമോഫൈറ്റോൺ. ഇത്രയും ഇതിനെ ജനിസിൽപ്പെട്ട ഫംഗസുകളാണ് ഈ പറയുന്ന സാംക്രമിക രോഗമായ റിംഗ് വർം അല്ലെങ്കിൽ വട്ടച്ചൊറി ഉണ്ടാക്കുന്നത്. അപ്പൊ വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വർം എന്ന് പറയുന്നത് എന്താണ്? ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. മനുഷ്യരുണ്ടാക്കുന്ന അസുഖമാണ്. ഫംഗസ് ഉണ്ടാക്കുന്നതാണ്. ഫംഗസിന്റെ ഏതൊക്കെ വെറൈറ്റി പറ്റിയതാണെന്ന് ചോദിച്ചാൽ മൈക്രോസ്പോറം, അതുപോലെ ട്രൈക്കോഫൈറ്റോൺ, അതുപോലെ എന്താണ്? എപ്പിഡെർമോഫൈറ്റോൺ. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ എന്നീ ജനുസുകൾപ്പെട്ട ഫംഗസുകളാണ് എന്തുണ്ടാക്കുന്നത്? റിംഗ് വർം അല്ലെങ്കിൽ വട്ടച്ചൊറി ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി വയ്ക്കും. ഇനി ഈ ഒരു വട്ടച്ചൊറി റിംഗ് വർമിന്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങള്, പ്രത്യേകിച്ച് ത്വക്ക്, നഖം, തലയോട് എന്നിവിടങ്ങളിൽ ഉണങ്ങി വരണ്ട ശൽക്കങ്ങൾ കാണപ്പെടുന്നതാണ് ഈ ഒരു രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. മനസ്സിലായി? അപ്പം എന്താണ്? ഉണങ്ങി വരണ്ട ശൽക്കങ്ങൾ എവിടെയൊക്കെ കാണപ്പെടുന്നു? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അത് പ്രത്യേകിച്ച് എവിടെയൊക്കെയാണ്? ത്വക്കിൽ കാണപ്പെടുന്നു അല്ലെ. ത്വക്കില്, നഖം, തലയോട്ടി എന്നീ പ്രദേശങ്ങളിലൊക്കെ ഉണങ്ങി വരണ്ട ശൽക്കങ്ങൾ കാണപ്പെടുന്നതിന് പ്രധാന രോഗലക്ഷണം. എന്ത് രോഗലക്ഷണം? വട്ടച്ചൊറി റിംഗ് വർം എന്ന് പറയുന്നത് രോഗലക്ഷണം. ഇനി ഇവയ്ക്ക് ചുറ്റും തീവ്രമായ രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. അത് മറ്റൊരു രോഗലക്ഷണമാണ്. ഇനി ചൂടും ഈർപ്പവും ഈ ഫംഗസുകൾക്ക് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അപ്പൊ ഫംഗസുകൾ പെട്ടെന്ന് വളരാനുള്ള കാരണം എന്താണ്? ചൂടും ഈർപ്പവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളരും. ഇപ്പൊ ത്വക്കിന്റെ മടക്കുകളിലും കാൽവിരകളുടെ ഇടയിലും വളരെ പെട്ടെന്ന് പെരുകുന്നു. രോഗബാധിതരായ വ്യക്തികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ മറ്റും ഉപയോഗിക്കുന്ന മൂലം ഈ ഫംഗസ് സാന്നിധ്യം മണ്ണിൽ കൂടിയോ മറ്റുമൊക്കെ രോഗബാധ മറ്റുള്ളവരിലേക്ക് ഉണ്ടാകും. മനസ്സിലായി? ഇപ്പൊ രോഗബാധിതരായ വ്യക്തികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ മറ്റും ഉപയോഗിക്കുന്നതിലൂടെയോ ഈ ഫംഗസിന്റെ സാന്നിധ്യമുള്ള മണ്ണിലൂടെയൊക്കെ രോഗബാധ മറ്റുള്ളവരിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്തൊക്കെയാണ്? പകർച്ചവ്യാധികളെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ. പകർച്ചവ്യാധിയെ കുറിച്ച് മനസ്സിലാക്കി. പ്രോട്ടോസോവൻസ് ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കിയത് അല്ലെ. അതിൽ തന്നെ നമ്മൾ പഠിച്ച പകർച്ചവ്യാധി ഫംഗൽ ഡിസീസ് ആണ്. ഇപ്പൊ ഫംഗൽ ഡിസീസ് അതിൽ നമ്മൾ പഠിച്ചത് വട്ടച്ചൊറി റിംഗ് വർം, അതിന്റെ പോസിറ്റീവ് ഓർഗാനിസത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പകർച്ചവ്യാധികൾ എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും, നിയന്ത്രിക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഒന്നെന്നതാണ് വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് അല്ലെ. അത് നമ്മൾ ശുചിത്വം പാലിക്കുക, അതുപോലെ നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ എന്താണ് ഈ പറയുന്ന പകർച്ചവ്യാധികൾ തടയാൻ സാധിക്കും. ഇനി ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും പകർന്ന പകർച്ചവ്യാധിയെ കുറിച്ച് മനസ്സിലാക്കുന്ന ടൈഫോയിഡ്, വയറിളക്കം, അസ്കാരിയാസിസ് എന്നിവയൊക്കെ ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന പകർച്ചവ്യാധികളാണ്. ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും നമുക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി. ഏതൊക്കെയാണത്? ടൈഫോയിഡ്, വയറിളക്കം, അസ്കാരിയാസിസ് എന്നിവ ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന പകർച്ചവ്യാധികളാണ്. ഇനി ഇവ പകർച്ചവ്യാധി തടയാൻ നമ്മൾ മറ്റു വ്യക്തിശുചിത്വം പാലിക്കുക അല്ലെ. അതുപോലെ തന്നെ രോഗാണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇതൊക്കെ നമുക്ക് ഒരു പരിധിയിൽ പകർച്ചവ്യാധി തടയാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഡ്പദങ്ങളായ രോഗാണുബാധകൾ വഴി പകർത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മലമ്പനി, മന്തുമുതൽ അല്ലെ. ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ ഒരു രോഗാണുവാഹകര് പരത്തുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം പറയുന്നത് മലമ്പനിയും അതുപോലെ മന്തുമാണ്. ഇനി നമുക്ക് ഈ പറയുന്ന ഇവയെ പറ്റി ഈ പറയുന്ന ഷഡ്പദങ്ങൾ പെറ്റുപെരുകുന്ന അവസ്ഥ ഉണ്ടാക്കാതെ ആ ഒരു സ്ഥലങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിച്ച ഒരു പരിധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ രോഗങ്ങൾ തടയാൻ സാധിക്കും. അതായത് ചുറ്റുപാടിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുകയും അതുപോലെ വീട്ടു ഉപകരണങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുകയും കൊതുകുവല ഉപയോഗിച്ചൊക്കെ നമുക്ക് ഈ പറയുന്ന കൊതുകിന്റെ ലാർവകളെ നശിപ്പിക്കാൻ വേണ്ടി ഗാംബ്രൂസിയ എന്ന് പറയുന്ന മത്സ്യങ്ങളൊക്കെ വളർത്തിയൊക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള മലമ്പനി, മലമ്പനി, മന്ത് മുതലായ അസുഖങ്ങളൊക്കെ കൊതുക് പടർത്തുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും.
അത്രയാണ് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി ഈ ഒരു പോയിന്റ്സ് നമ്മൾ പകർച്ചവ്യാധികൾക്ക് മനസ്സിലാക്കി, എത്തരത്തിൽ നമുക്ക് ഈ പകർച്ചവ്യാധികളെ തടയാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ ചില പകർച്ചവ്യാധികൾ നമുക്ക് എന്താണ് വാക്സിനുകൾ, അതിൽ പ്രതിരോധ വാക്സിനുകൾ ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വസൂരി പോലുള്ള മാരക രോഗങ്ങളെ പൂർണ്ണമായി ഇല്ലാതെ നമുക്ക് സഹായിക്കാൻ പ്രതിരോധ വാക്സിനുകളുണ്ട് അല്ലെ. ആ വാക്സിന് പ്രതിരോധ മരുന്നുകൾ ഉപയോഗിച്ച് വസൂരി പോലെ മാരക അസുഖങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ എന്താണ് പോളിയോ, ഡിഫ്തീരിയ, ന്യൂമോണിയ, ടെറ്റനസ് തുടങ്ങിയ ധാരാളം പകർച്ചവ്യാധികളെ വാക്സിനുകളുടെ സഹായത്തോടെയും ഉപയോഗത്തോടെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, പലതരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം എല്ലാം ഈ പകർച്ചവ്യാധികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ജൈവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത പല വാക്സിനുകളും ഉപയോഗിച്ച് നമുക്ക് പകർച്ചവ്യാധികളെ തടയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? വൈറൽ ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കി, പ്രോട്ടോസോൺ ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇതൊന്നും ചോദിക്കാത്ത ഒരു എക്സാമിനേഷൻ പോലും ഇല്ല. തീർച്ചയായും നിങ്ങൾ ഈ എക്സാമിനേഷന് ഇത് പഠിച്ചു തന്നെ പോകണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്തൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം? റിവിഷൻ ഇല്ലാത്തൊരു കാര്യമില്ല. അപ്പൊ റിവിഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്താണ്? രോഗപ്രതിരോധ ശേഷിയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ അടിക്കാൻ കോർ ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പം മാക്സിമം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക, അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക, നന്നായി പഠിക്കുക. ഇനി ഏതൊരു വ്യക്തിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണ്. നിങ്ങൾക്കത് സാധിക്കും. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് പോവുക. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ബൈ ഫ്രം മീ. താങ്ക് യു.